നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചത് വനില എങ്ങനെ നടാമെന്നാണ്. ഇതിൽ നമ്മൾ കാണിക്കുന്നത് നട്ട വാനില എങ്ങനെ പരിചരിക്കാമെന്ന്. നിങ്ങളിത് ഇവിടെ നോക്കൂ. ഇത് 1 വർഷം പ്രായമായ വാനില ചെടിയാണ്. ഇതിപ്പോൾ നോക്ക്, ഇതിൻ്റെ വേര് ഭാഗം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിന് നമ്മൾ യാതൊരുവിധ കൃത്രിമ വളങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ വേര് ഇങ്ങനെ ആ ചപ്പ് ചവറുകളിലേക്ക് വന്നു, അതിൽ നിന്ന് വള്ളി ഇങ്ങനെ വന്നു. ഇത് 2 ഇതളുകളായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഇതളുകളായ വള്ളികളിലാണ് വാനില പൂവുണ്ടാവുകയും കായ ഉണ്ടാവുകയും ചെയ്യുന്നത്. നിങ്ങൾ താഴോട്ടൊന്ന് നോക്കൂ. ഇത് പുതിയ ഒരു ബ്രാഞ്ചും കൂടി ഇതിൽ നിന്ന് വരികയാണ്. ഇത് ആവശ്യമില്ലാത്തത് നമ്മൾ അത് എല്ലാം കട്ട് ചെയ്ത് നീക്കി നമ്മൾ പൂക്കാൻ തയ്യാറാക്കി വെക്കും. ഇത് പിന്നെ കുറച്ച് സമയം കൂടി വേണം, ഒരു 5-6 മാസം കൂടി വേണം ഇതിൽ പൂവുണ്ടാകാൻ. യാതൊരു കൃത്രിമ വളങ്ങളും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് പ്രകൃതിദത്തമായ ചപ്പ് ചവറുകൾ മാത്രമാണ്. ഇതിപ്പോൾ നമ്മൾ 1 വർഷം പ്രായമായ ഒരു വാനില ചെടിയാണ്. ഇത് നിറയെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അടുത്ത വർഷത്തേക്ക് കായ്പ്പിക്കാനുള്ള വാനില ചെടിയാണിത്. നമ്മൾ ഇപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ മഴയൊക്കെ വരും. മഴ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ വള്ളികളൊക്കെ നമ്മൾ ശരിക്ക് കട്ട് ചെയ്ത് പല ബ്രാഞ്ചുകളായി തൂക്കിയിടും. ഇതിൻ്റെ വേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് യാതൊരുവിധ വളവും ഇതിന് ഉപയോഗിച്ചിട്ടില്ല എന്ന്. ഇതവിടെ നോക്കൂ, നിങ്ങൾ കായ്ച്ച ഒരു വാനില വള്ളിയാണ് ഇത്. കഴിഞ്ഞ വർഷം നമ്മൾ കായ്ക്കാൻ വേണ്ടി എല്ലാം ബ്രാഞ്ചസൊക്കെ റെഡിയാക്കി തൂക്കിയിട്ടതാണ്. ഇതിലിപ്പോൾ വാനില പോളിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത സക്സസ് ആയ കായ്കളൊക്കെ ഇനി ഇത് പ്രായമാവാൻ ഒരു 5-6 മാസം വേണം. അപ്പോൾ നമുക്ക് വിളവെടുപ്പ് നടത്താം. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ്, കായ്ച്ച വള്ളിയാണ്. ഇപ്പോൾ വാനില വില എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് വില പച്ച വാനിലയ്ക്ക് 4000 മുതൽ 6000 വരെയും അത് പ്രോസസ് ചെയ്ത് ഉണക്കിയെടുത്ത 25,000 മുതൽ 35,000 വരെ വിലയുണ്ട്. പക്ഷെ അത് എല്ലാ കാലത്തും അത് ഉണ്ടാവും. എന്നാലും നമുക്ക് ആവറേജ് ഒരു 500 മുതൽ 1000 വരെയും ഉണക്കിയ വാനിലയ്ക്ക് ഒരു 6000 മുതൽ 6000 വരെയുള്ള വിലയും നമുക്ക് ഏത് സമയത്തും കിട്ടും. അപ്പോൾ ഇത് ഒരു നഷ്ടമുള്ള കൃഷിയല്ല. ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് കഴിഞ്ഞ വർഷം നമ്മൾ നട്ട വാനിലയാണ്. ഇപ്പം നിറയെ ബ്രാഞ്ചസ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഈ വർഷം നമ്മളിത് കായ്ക്കാൻ വേണ്ടി അതിൻ്റെ കമ്പൊക്കെ കോതി നമ്മൾ മഴ വരുമ്പോൾ റെഡിയാക്കി വയ്ക്കും. അത് കഴിഞ്ഞാൽ അതിൽ വാനില പൂവും പിന്നെ നമ്മളത് പോളിനേഷൻ ചെയ്ത് കായുണ്ടാവും. അപ്പോൾ വാനില പരിചരണം നിങ്ങളെല്ലാവരും കണ്ടു. ഇങ്ങനെ വളരെ ലളിതമായ രീതിയിലാണ് വാനില പരിചരണം. ആർക്കും ഒരു ഇതില്ല. നമുക്ക് വീട്ടുമുറ്റത്ത് എന്തായാലും ഒരു 10,000 മുതൽ 25,000 രൂപ വരെ വരുമാനം നേടാൻ പറ്റുന്ന ഒരു കൃഷിയാണിത്. വാംകോ ഫാമിൻ്റെ തോട്ടം ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്. ആർക്കും വന്ന് വാംകോ ഫാം നേരിട്ട് കാണാവുന്നതാണ്. ഇതാണ് 1 മീറ്റർ നീളമുള്ള വള്ളി. കൂടുതൽ നിങ്ങൾക്ക് അറിയാനും വാംകോ ഫാമിനെ പറ്റി അറിയാനും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാംകോ ഫാമിൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ലൈക്ക് ചെയ്താൽ തീർച്ചയായും നിങ്ങൾ വാംകോ ഫാം സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. നിങ്ങളിത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം. വാംകോ ഫാം എന്നും
ചെറുകിട കർഷകരോടൊപ്പം ഉണ്ടാവും.